If alpha and beta are the zeros of p of x, kx square plus 4x plus 4 such that alpha square plus beta square equal to 24, find the value of k. ഇവിടുത്തെ ഗിവൻ പോളിനോമിയൽ എന്താണ്? kx square plus 4x plus 4. അപ്പോൾ a b c എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a എന്ന് പറയുന്നത് x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, അപ്പോൾ k ആണ്. b എന്ന് പറയുന്നത് x ന്റെ കോഎഫിഷ്യന്റ്, അതുകൊണ്ട് b 4 ആയിരിക്കും. c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, അപ്പോൾ ഇവിടെ c എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഗിവൻ പോളിനോമിയലിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും കണ്ടുപിടിക്കാം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -4/k ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് c/a ആണ്, അതുകൊണ്ട് 4/k ആയിരിക്കും. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്നുള്ളത് 24 ഗിവൺ ആണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ വരുന്ന ഐഡന്റിറ്റി ഏതാണ്? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡന്റിറ്റി ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ എന്നാണ്. ഇതിൽ നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ എന്ത് വരും? ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് -4/k ആണ്. അപ്പോൾ -4/k ഹോൾ സ്ക്വയർ ഈക്വൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്നുള്ളത് 24 ആണ്. അപ്പോൾ 24 പ്ലസ് 2 ആൽഫ ബീറ്റ എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്താണ്? 4/k ആണ്. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. അവിടുന്ന് k യുടെ വാല്യൂ -1 എന്നും k യുടെ വാല്യൂ 2/3 എന്നും കിട്ടി.